ശ്രീ എൻ ശ്രീകുമാർ, എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ സമയത്തും അൻവറിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ പോകുന്നത്? ഇതിപ്പോ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോലും അഭിപ്രായ ഐക്യമില്ല ഇതുവരെയും. നോക്കൂ മാധു, ഇതിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു 2-3 നേതാക്കൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ മുൻനിർത്തിയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം നിലമ്പൂരിലെ UDFന്റെ നേതൃത്വം, അത് കോൺഗ്രസ് ഉൾപ്പെടുന്നതാണല്ലോ UDF നേതൃത്വം, ആ നേതൃത്വം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന്. UDFന്റെ ചെയർമാനായ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ VD സതീശൻ പറഞ്ഞത് തെറ്റായിപ്പോയിന്ന്. അതോടെ പ്രശ്നം അങ്ങ് തീർന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിൻ്റെ പേരിൽ ഇങ്ങനെ കുരിശിൽ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം വളർന്നു വരുന്ന നല്ലൊരു യുവജന നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നിന്ന് അദ്ദേഹത്തെ ഇനി വിമർശിച്ച് മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വിമർശനങ്ങൾക്ക് അതീതനായ ഒരാളാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്നും ഇവിടെ ആരും വിചാരിക്കുന്നില്ല. ശ്രീ എൻ ശ്രീകുമാർ, അങ്ങനെ പാർട്ടിയുടെ നയമോ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടോ കോൺഗ്രസിന്റെ പരിപാടികളോ ഒന്നും അറിയാതെ ഒരാൾ MLA ആകില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് അത്രമേൽ രാഷ്ട്രീയ ഉത്തരവാദിത്തമില്ലായ്മയില്ല. അല്ല, അദ്ദേഹം ചെയ്തത് എന്താണ് തെറ്റാണ് എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടില്ല. സ്വന്തമായിട്ടൊരു സൗഹൃദത്തിൻ്റെ പേരിൽ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയും വോട്ട് ലഭിക്കാനുള്ള മാർഗം ആരായാലും തേടും. അത് രഹസ്യമായിട്ടും തേടും, പരസ്യമായിട്ടും തേടും. എങ്ങനെയും വോട്ട് തേടാനുള്ള മാർഗം ആരും തേടില്ല. എങ്ങനെയും വോട്ട് തേടുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതിന് ന്യായയുക്തമായ, നീതിയുക്തമായ, പ്രത്യയശാസ്ത്രപരമായി ശരിയാണ് എന്ന് ബോധ്യമുള്ള രീതികൾ അവലംബിക്കുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നു, അല്ല അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് പാർട്ടിയിലെ തന്നെ ഏറ്റവും ജൂനിയറായ ഒരു MLA ആണോ ഏൽപ്പിക്കുക എന്ന്. അദ്ദേഹത്തിന് ഇതിന്റെ ഗൗരവതരമായ സ്വഭാവം അറിയാഴികയല്ല. ഞാൻ ഈ പറയുന്ന 11:45 മണി നേരത്ത് PV അൻവറിന്റെ വീട്ടിൽ പോയി അത്തരം സന്ദർശനം നടത്തുന്നത് വ്യക്തിപരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന രാഷ്ട്രീയ ബുദ്ധിയേ ഉള്ളൂ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും എന്ന് വിചാരിക്കുന്നത് ഭയങ്കര പ്രിവിലേജാണ്. നോക്കൂ മാധു, എങ്ങനെയും വോട്ട് തേടുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മാധു മനസ്സിലാക്കുക. അതായത് നമ്മളൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിലെ ഏത് വോട്ടും വിലപ്പെട്ടതാണ്. ആ വോട്ടുകളെ നമ്മൾ തരംതിരിച്ച് കാണണ്ട. ഏത് വോട്ടും ആരുടെയും വോട്ടും വിലപ്പെട്ടതാണ്. അത് ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് തേടുക. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു വേദിയാണ്. അവിടെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ എതിരാളികൾ ജയിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്കാണ് ഏത് രീതി എന്ന് ഞാൻ പറഞ്ഞത്. അതല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി പോയി വോട്ട് ചോദിച്ചു അതാണോ രീതിയെന്ന് നിങ്ങൾ മറിച്ച് ചോദിക്കുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിലെ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കും മാധുവിനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് ചോദ്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കുകയാണ്, അത് ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രധാന വിഷയം എന്തായിരുന്നു? അവിടെ തിരഞ്ഞെടുപ്പ് വരാൻ കാരണം ഒരു LDF MLA രാജിവെച്ചു. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം അവിടെ UDF അവിടെ ജയിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരം ഉള്ളതുകൊണ്ടാണ്. ആ വികാരത്തിൻ്റെ ഒപ്പം നിൽക്കാൻ PV അൻവർ തയ്യാറാകുമെന്ന് കോൺഗ്രസ് ധരിച്ചു. പക്ഷേ അദ്ദേഹം എന്ത് വെച്ചാൽ അദ്ദേഹം ഓരോ ദിവസവും ഓരോ നിമിഷവും അദ്ദേഹം ഓരോ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ നിലപാടുകൾക്കൊരു അന്ത്യമില്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് UDF എന്ന് പിന്മാറും. അതുകൊണ്ടാണ് ചർച്ചയില്ലെന്ന് പറഞ്ഞത്. ആ ചർച്ചയില്ലെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച വേണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു ചർച്ച നടക്കാതിരിക്കുന്നതും തീരുമാനങ്ങൾ വീണ്ടും പുനഃക്രമീകരിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അൻവറുമായിട്ട് ഇനി ചർച്ചയില്ല, ആ ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റു വാതിലുകൾ ഇല്ല എന്നുള്ളതല്ല. അത് മനസ്സിലാക്കുക. ഒരു ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചു, ഇനി ചർച്ചയില്ല. കാരണം ചർച്ചയുള്ള അവസരം പാഴാക്കാൻ സമയമില്ല. അപ്പൊ ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചു എന്ന് പറഞ്ഞാൽ ഇനി ചർച്ചയുണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എങ്കിൽ ശരി, അല്ല അതിൽ തർക്കമില്ല. ഇപ്പോ കോൺഗ്രസിന് മാത്രം മനസ്സിലാകുന്ന ആഭ്യന്തര ഭാഷ എന്തു ചെയ്യാൻ? അതായത് ഇങ്ങോട്ടാരും വരേണ്ട കേട്ടോ, ഇങ്ങോട്ടാരും വരേണ്ട കേട്ടോ എന്ന് PV അൻവർ പറയുന്നത് കേരളം മുഴുവനും കേട്ടതാണ്. ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേരളം മുഴുവനും കേട്ടതാണ്. അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു വാതിൽ തള്ളി തുറന്ന് പാതിരാത്രിക്ക് 15 മിനിറ്റ് മുമ്പ് ഈ പറയുന്ന പാലക്കാട്ടെ MLA അവിടെ എത്തുന്നു. VD സതീശന് തുറക്കാൻ കഴിയാത്ത, VD സതീശൻ അടച്ചിട്ടിരിക്കുന്ന എന്ത് വാതിലാണ് ഈ പറയുന്ന ഒരു അൻവർക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോകുന്നിടത്ത് സാധ്യമാകുന്നത് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ.
നോക്കൂ മാധു അതാ ഞാൻ ആദ്യമേ തുറന്നു പറഞ്ഞത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ കുരിശ് കയറ്റാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കില്ലെന്ന് പറയാൻ കാരണം അദ്ദേഹം യുവജന നേതാവാണ്. ഒരാൾക്ക് തെറ്റുപറ്റില്ലേ രാഷ്ട്രീയത്തിൽ? അദ്ദേഹം പോയത് തെറ്റായെന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ വി ഡി സതീശൻ പറയുന്നു. ആ തെറ്റ് പാർട്ടി പറഞ്ഞാൽ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. ക്രൂശിക്കലോ ഒന്നും ഇവിടെ ആരുടെയും നിലയോ സമീപനമോ ഒന്നുമല്ല. പിന്നെ അവനവൻ പോയി എവിടെയെങ്കിലും കുരിശിൽ കയറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും ഒന്നും ചെയ്യാനുമില്ല എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.